ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1500 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ തീർത്തിട്ടുള്ള മനോഹരമായ ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ തീർത്തിട്ടുള്ള ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്താണ്. നല്ല വലുപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റീരിയർ എലിവേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലാറ്റ് റൂഫോട് കൂടി ഒരു ബോക്സ് ടൈപ്പ് എലിവേഷനാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് പോർച്ചും സിറ്റ് ഔട്ടും വരുന്നുണ്ട്. ആ അറ്റത്ത് ഒരു പ്രൊജക്ഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്രിക്ക് റെഡ് കളർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂ ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിനും ആ ഒരു പ്രൊജക്ഷൻ വർക്കിനും ഇടയിൽ ഇതുപോലെ പർഗോള ഡിസൈൻ എല്ലാം കൊടുത്തിട്ട് ഒരു പ്ലേസ് ഉണ്ട്. വളരെ മനോഹരമായിട്ടാണ് അവിടെ ആ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നീളത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിന് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് പോർച്ചാണ്. ഈ പോർച്ചിൽ നമുക്ക് കാണാൻ കഴിയും ഗ്രൂ ഡിസൈൻ ഗ്രേ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് അതിൽ വൈറ്റ് ഗ്രൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ പോർച്ചിൻ്റെ മുകൾ ഭാഗത്ത് GI പൈപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പോർച്ച് കഴിഞ്ഞാൽ പിന്നെ സിറ്റ് ഔട്ട് വരുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു സിറ്റ് ഔട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ ഫില്ലറോട് കൂടിയുള്ള ചെറിയൊരു സിറ്റ് ഔട്ടായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിറയെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു ഏരിയ. ഇവിടുത്തെ സിറ്റ് ഔട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന സിറ്റ് ഔട്ടിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഇവർ സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു കളർ കോംബോ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. നമ്മളധികം കാണാത്ത കുറച്ച് റയറായിട്ടുള്ള ഒരു കളർ കോംബോ ആയിട്ട് തോന്നി. ഒരു ബ്രിക്ക് റെഡ് കളർ ഈ ഒരു കളേഴ്സിൻ്റെ കൂടെ ഉപയോഗിച്ചത് നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പർഗോള ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു കോട്ടിയാട് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. അവിടെ ശരിക്കും ഒരു മുകളിലത്തെ വാളിലും ആ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു പർഗോളയുടെ ആ ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുള്ള, അതുപോലെ സെൻറ്ററിൽ ആ ഒരു സൺഷെയ്ഡ് പോലെയുള്ള ആ ഒരു ഭാഗത്തും പർഗോള ഡിസൈൻ കൊടുത്ത് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ വാളിലാണെങ്കിലും വിൻഡോക്ക് പകരം അതേ ഡിസൈൻ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്ലാസ് എല്ലാം കൊടുത്ത് സേഫ് ആക്കിയിട്ട്. ഇനി ഈ ഒരു റെഡ് കളറ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു അറ്റത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രൂ ഡിസൈനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു പ്രൊജക്ഷൻ വർക്കാണ് കേട്ടോ ഒരു വിൻഡോയുടെ അവിടെ ചെയ്തിട്ടുള്ളത്. വിൻഡോയുടെ തൊട്ട് മുകളിൽ തന്നെ ഒരു സൺഷെയ്ഡ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിൽ എടുത്ത് കാണിക്കുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഒന്ന് കണ്ടു നോക്കാം. 2 സ്റ്റെപ്പുകളോട് കൂടിയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് 2 അരേലിയ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. വൈറ്റ് കളർ ഫ്ലോറിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ മറുവശത്തായിട്ട് ഒരു GI പൈപ്പ് കൊണ്ട് ഒരു ഗ്രിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതേ ഡിസൈൻ ഈ ഒരു ഇരിപ്പിടത്തിൻ്റെ താഴെയും അതുപോലെ തന്നെ 2 വശത്തായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രലായിട്ടാണ് ഇരിപ്പിടം കൊടുത്തിട്ടുള്ളത്. 2 വശത്തും ഈ ഒരു ഗ്രിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇരിപ്പിടം ചെയ്തിട്ടുള്ളതും ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പർഗോള ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു കോട്ടിയാട് പോലത്തെ സ്ഥലത്തേക്കാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. വാളിന് പകരം സാധാരണ ചുമരിന് പകരം ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തത്. പിന്നെ ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. ഡോറിനോട് ചേർന്ന് തന്നെ ഒരു വിൻഡോ വരുന്ന രീതിയിലുള്ളൊരു ഡോറിൻ്റെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വെൽക്കം ഡോർ തുറന്ന് നമ്മൾ അകത്തോട്ട് പ്രവേശിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വീടിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറിലുള്ള ഫ്ലോറിങ് തന്നെയാണ്. ഈ വീടിനെ മനോഹരമാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് ഈ ഒരു വൈറ്റ് ഫ്ലോറിങ് തന്നെയാണ്. ഒരു പാസേജ് പോലെയാണ് ഡോറ് കടന്നു വരുന്ന ഭാഗത്ത്. അതിൻ്റെ ഇടതുവശത്തോട്ടായിട്ട് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്.
മരത്തിൽ തീർത്തിട്ടുള്ള ഒരു കബോർഡ് നമുക്ക് ഈ ഒരു പാസേജിൽ കാണാൻ കഴിയും. ഇത് ഷൂകളും ചെരുപ്പുകളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഷൂ റാക്ക് പോലെ സെറ്റ് ചെയ്തെടുത്തതാണ്. സ്ലൈഡിംഗ് ഡോർസാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലിവിങ് ഏരിയയ്ക്ക് പ്രത്യേകം ഡോർ സെപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല, ഓപ്പൺ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വാളിൽ ഇതുപോലെ ഒരു ഓപ്പൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. രണ്ട് വശത്തും അവിടെ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ലിവിങ് ഏരിയയുടെ ഉൾവശത്തും വൈറ്റ് ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ മൊത്തം ഈ ഒരു വീടിന് മൊത്തത്തിൽ വൈറ്റ് ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സീലിങ്ങിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ലൈറ്റ് വാളിൽ കൊടുത്തിട്ടുണ്ട്. ലെതർ മെറ്റീരിയലിലുള്ള നല്ല ഭംഗിയിലുള്ള ഒരു സോഫ സെറ്റിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു സെറ്റിയിലേക്ക് ചേരുന്ന വിധത്തിലുള്ള നല്ല സിമ്പിൾ ഡിസൈനിലുള്ള ഒരു ടീപ്പോയി കൂടി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് ഏരിയയും ഈ ഒരു പാസേജും കഴിഞ്ഞാൽ വിശാലമായൊരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയാണ് ഡൈനിങ് ടേബിളും ചെയറുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഷ് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസും വരുന്നത് ഈ ഒരു ഹാളിൽ തന്നെയാണ്. കിച്ചണിലോട്ടുള്ള ഡോറും ഈ ഒരു ഹാളിൽ തന്നെയാണ് വരുന്നത്. ഹാളിലോട്ട് നന്നായി വെളിച്ചം കിട്ടുന്ന രീതിയിൽ വലിയൊരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് ചുമരിലായിട്ട് ഒരു ബോക്സ് ഡിസൈൻ കൊടുത്തിട്ട് അതിൽ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റെയർ കേസും നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ കാണുന്ന സ്റ്റെയർ കേസിൻ്റെ റെയിലിങ്ങിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇൻഡസ്ട്രിയൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ തീമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പുകൾക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു ഡാർക്ക് വുഡൻ ഷെയ്ഡിലുള്ള ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ആ ഒരു ഭാഗം നല്ലൊരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ താഴ്ഭാഗത്ത് വൈറ്റ് കളറിലുള്ള ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ളൊരു ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ആ ഒരു വിൻഡോ ഡിസൈൻ, ആ ഒരു പർഗോള പോലത്തെ വിൻഡോ ഡിസൈൻ വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ടാണ്. അവിടെ ഒരു അയൺ ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാളിൽ നിന്നും ഈ വശത്തോട്ട് നോക്കിയാൽ നമുക്കൊരു പാസേജ് കാണാൻ കഴിയും. ഈ ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടൊരു ബെഡ്റൂമുണ്ട്, അതുപോലെ തന്നെ മറു സൈഡിലോട്ടായിട്ടും ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെ ഈ 2 ബെഡ്റൂമുകൾക്കായിട്ടൊരു പാസേജ് കൊടുത്തിരിക്കുകയാണ്. ഹാളിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാത്ത രീതിയിൽ നല്ല സൗകര്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാളിൽ നിന്ന് നേരിട്ടിട്ട് ബെഡ്റൂമുകളിലേക്ക് കാഴ്ച കിട്ടാത്ത രീതിയിലാണുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇവിടെയും ബെഡ്റൂമുകളും എല്ലാം മൊത്തത്തിൽ വൈറ്റ് കളറ് ഫ്ലോറിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമുകളിലെല്ലാം റെഡിമെയ്ഡ് ഡോറുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഡിസൈനിലുള്ള കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വിൻഡോസും വരുന്നുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ. വിൻഡോസിനെല്ലാം ബ്ലൈൻഡഡ് കേർട്ടൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളറിലുള്ളൊരു കേർട്ടനാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. ചുവരിൽ ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലോട്ടായിട്ടാണ് വാർഡ്രോബും അതുപോലെ തന്നെ ബാത്റൂമും വരുന്നത്. വാർഡ്രോബിന് കളർ തീം കൊടുത്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമാണ്. അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്.
2 ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു വീട്ടിലുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ബെഡ്റൂം ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു ബെഡ്റൂമിലോട്ട് പോകുന്ന ഈ ഒരു പാസേജിൽ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൊടുത്തിട്ടല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബെഡ്റൂമിനോട് ചേർന്നാണ് ഈ ഒരു പാസേജിൽ കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റഡി ഏരിയ മനോഹരമായി സെറ്റ് ചെയ്തത് കാണാൻ കഴിയും. നേരത്തെ ബെഡ്റൂമിന് കണ്ടതുപോലെ തന്നെ റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും റൂമിലോട്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സെയിം ബ്ലൈൻഡഡ് കർട്ടൻസ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ഡിസൈനിലുള്ള കട്ടിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിലിൻ്റെ ഓപ്പോസിറ്റായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് വുഡൻ ആൻഡ് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് ഈ ഒരു റൂമിലും ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിൽ തന്നെ നല്ലൊരു മിററും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ വീഡിയോയിൽ കാണാനുള്ളത് ഈ ഒരു വീടിൻ്റെ കിച്ചനാണ്. അപ്പോൾ കിച്ചൺ ടൂർ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ വിശദമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ടൂർ വീഡിയോ കാണേണ്ടവർക്ക് അതെടുത്ത് കണ്ടു നോക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് കിച്ചൻ്റെ മോഡലൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ച് പോകുന്നേ ഉള്ളൂ. അത് കിച്ചൺ വീഡിയോ കാണാതെ ഹോം ടൂർ വീഡിയോ മാത്രമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. വിശദമായിട്ട് കിച്ചൺ കാണേണ്ടവർക്ക് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്കാം. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമുകളോട് കൂടിയിട്ട് ഒറ്റ നിലയിൽ തീർത്തിട്ടുള്ള ഈ ഒരു മനോഹരമായ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും ഇതുപോലത്തെ നല്ല ഹോം ടൂർ കിച്ചൺ ടൂർ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്